കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പക്ഷേ എന്റെ കുടുംബക്കാരെല്ലാം കല്യാണം പറഞ്ഞ് ഉറപ്പിച്ചത് സ്വന്തം അനിയത്തിക്ക് വേണ്ടിയാണെന്ന് സാമ്പ്രാണിത്തിരിക്ക് അറിയാമായിരുന്നല്ലോ. ഞാൻ അവളെ മാത്രമാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും എന്തിനു വേണ്ടിയായിരിക്കും അവളിങ്ങനെ മൗനം പാലിച്ചത്? ഒരൊറ്റ വാക്ക് പോലും അവൾ എന്തുകൊണ്ട് പറയാതിരുന്നു? എന്നാലും നീ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ഒരു ചതി കാണിച്ചു? ഈ സമയത്ത് അവിടെ ദേവേട്ടൻ തട്ടെടുത്ത് മാറ്റിയിട്ടുണ്ടാവും. അവിടെ ഇരിക്കുന്നത് ഞാനല്ലെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്നോട് ഈ ചതി കാണിച്ചത് എന്തിനെന്ന് എന്നെ ശപിക്കുന്നുണ്ടാവും. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ രാമ, ഈ അനാഥയെ കൊണ്ട് സാഹചര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനാവില്ല. സ്വന്തമാവാൻ കഴിഞ്ഞെങ്കിലും അത് പുറത്ത് പറയാൻ കഴിയാതെ പിടഞ്ഞു മരിക്കാനായിരിക്കും എന്റെ വിധി. പുതുമണവാളന് ഇത് എന്ത് പറ്റി? ആദ്യ രാത്രി അടിച്ചു പൊളിക്കുന്നതിന് പകരം മേലോട്ട് നോക്കി നക്ഷത്രം എണ്ണി നടക്കുന്നത് എന്താ? അപ്പോ ആദ്യ രാത്രി ഒടുക്കത്തെ രാത്രി ആയോ? ഈശ്വരാ, നേരം വെളുത്തപ്പോ തന്നെ ആരാ വാതില് മുട്ടുന്ന? എന്തൊരു കഷ്ടം ഇത്. എന്റെ അമ്മേ, തോന്നിയ സമയത്തൊക്കെ എഴുന്നേറ്റ് വരാനായിട്ട് ഇത് എന്റെ വീടൊന്നുമല്ല, കെട്ടിച്ചയച്ച വീടാ. നേരത്തെ എഴുന്നേറ്റ് എല്ലാവരെയും ഇംപ്രസ് ചെയ്യിച്ചാലല്ലേ ഇവരെ കൊണ്ട് സിനിമ എടുപ്പിച്ച് ഹീറോയിൻ ആവാൻ പറ്റൂ.
മുടിയൊക്കെ മാറിക്കിടക്കുന്നു, പൊട്ടും മാഞ്ഞിട്ടുണ്ട്, പൂക്കള് ഉതിർന്നിട്ടുണ്ട്. അപ്പോ ആദ്യ രാത്രി നടന്നു കഴിഞ്ഞു. ഇവരെന്താ ഇങ്ങനെ ചൂഴ്ന്നു നോക്കുന്നത്? ഈശ്വര, ഇനിയെങ്ങാനും ഫസ്റ്റ് നൈറ്റ് നടന്നില്ലെന്ന് ഇവർക്കെങ്ങാനും മനസ്സിലായി കാണോ? എന്തോ പറയാൻ വന്നിട്ട് ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുകയാണല്ലോ. ചേച്ചി എന്തിനാ എന്നെ ഒരുമാതിരി നോക്കുന്നത്? ഹേ, ഒന്നുമില്ല. രാത്രി എല്ലാം ഓക്കെ ആയിരുന്നല്ലോ അല്ലേ? എന്റെ സംശയം ശരിയാ. ഇവർക്ക് ഡൗട്ടാണെന്ന് തോന്നുന്നു. നേരത്തെ തന്നെ മുടിയൊക്കെ പാറിച്ചിട്ടത് കൊണ്ട് സംശയം മാറിക്കോളും. എന്താ ശ്രേയ ആലോചിക്കുന്നത്? ഓക്കെ ആണല്ലോ അല്ലേ? അതോ ഇനി അല്ലെന്നാണോ? ചേച്ചിക്ക് എന്താ അത്രയും വലിയ സംശയം? പാറിയ മുടി, മാഞ്ഞുപോയ പൊട്ട്, ഉതിർന്ന മുല്ലപ്പൂ, ഇതൊക്കെ കണ്ടിട്ടും ഓക്കെ ആണെന്ന് തോന്നുന്നില്ലേ ചേച്ചി? നോക്കിക്കേ, ഓക്കെ അല്ലെന്ന് നോക്കിക്കേ. നോക്ക് ചേച്ചി, നോക്ക് ചേച്ചി. ഓക്കെ ആണോ അല്ലയോ എന്ന് മണവാട്ടിയെ നോക്കിയിട്ടല്ല, കിടക്ക നോക്കിയിട്ടാണ് തീരുമാനിക്കാറ്. തലയിലെ പൂക്കൾ ഉതിർത്ത് കളഞ്ഞെങ്കിലും കിടക്കയിലെ പൂക്കൾ അതുപോലെ കിടക്കാണല്ലോ. ഇവര് കണ്ടാ ഞാൻ പിടിക്കപ്പെടും. ഒന്ന് മാറി നിന്ന് ഞാനൊന്ന് അകത്തോട്ട് കയറട്ടെ. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കും ഓർമ്മലേച്ചി. ഏയ് ഏയ്, വാതിൽ തുറക്ക്. ശ്രേയ, വാതിൽ എന്തിനാ കുറ്റിയിട്ടത്? ശ്രേയ, വാതിൽ തുറക്ക്. ശ്രേയ, ആദ്യ രാത്രി നടന്നില്ലെന്ന് ഇവർക്ക് സംശയം തോന്നിയാ അത് അവര് ചെന്ന് അമ്മയോട് പറയും. എന്നിട്ട് പിന്നെ ഒരു രാത്രി ഇതൊക്കെ അറേഞ്ച് ചെയ്യും. ശ്രേയ, വാതിൽ തുറക്ക്. ആദ്യ രാത്രി നടന്ന കുട്ടികൾ ഉണ്ടാവും, സൗന്ദര്യവും അതോടെ തീരും. സിനിമ ഹീറോയിൻ ആവാൻ പറ്റില്ല. അതുകൊണ്ട് വീട്ടുകാരുടെ നോട്ടത്തില് എല്ലാം കഴിഞ്ഞ പോലെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ നടക്കാനും പാടില്ല. ശ്രേയ, വാതിൽ തുറക്ക്. ശ്രേയ, ശ്രേയ, വാതിൽ തുറക്ക്. മുഖത്തിന് നേരെ വാതിൽ കുട്ടിയടച്ചല്ലോ. പിടിക്കപ്പെടാതിരിക്കാൻ മാനേജ് ചെയ്തതാണോ? നല്ലോണം മാനേജ് ചെയ്തിട്ടുണ്ട്. മാനേജ് ചെയ്യാൻ എന്തിരിക്കുന്നു? വേണ്ടാത്ത സാധനങ്ങളൊക്കെ താഴെ കിടപ്പുണ്ടായിരുന്നു, അതെടുത്തു മാറ്റാനാ വാതിലടച്ചത്. എന്നാലും അത്രയ്ക്ക് ആവശ്യമൊന്നും എനിക്കില്ല. നടക്കാത്ത ആദ്യ രാത്രിയും നടന്ന പോലെ അവതരിപ്പിച്ചിരിക്കല്ലേ നീ? അകത്ത് നടന്നത് എന്താണെന്ന് ഇവര് കണ്ടിരിക്കൂ. നടക്കാത്ത ആദ്യ രാത്രിന്ന് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയുന്നത്? ആദ്യ രാത്രി നടക്കാതിരിക്കുന്നത് എങ്ങനെയാ? ഞാനല്ലേ പറയുന്നത്. എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു കഴിഞ്ഞു. രാത്രി നിന്റെ ചൂട് പറ്റി കിടക്കേണ്ട ഭർത്താവ് ടെറസിന്റെ മുകളിൽ ചെന്ന് ആകാശത്തോട്ട് നോക്കി നക്ഷത്രങ്ങൾ എണ്ണുമായിരുന്നേ. അന്നേരത്ത് താഴെ ആദ്യ രാത്രി എങ്ങനെ നടക്കും? രണ്ടു പേർക്കുമിടയിൽ എന്താണ് സംഭവിച്ചത്? എന്തിനാണ് ആദ്യ രാത്രിയിൽ മുറിയിൽ നിന്നെ തനിച്ചാക്കിയിട്ട് അവൻ മാത്രം മുകളിലേക്ക് പോയത്? ടെറസിൽ കുറച്ചു നേരം കാറ്റുകൊള്ളാൻ വേണ്ടി പോയതാ. പാവത്തിന് നല്ലോണം വേർക്കുന്നുണ്ടായിരുന്നേ. വെളുക്കാൻ നേരത്താ ഒന്ന് മുകളിലോട്ട് പോയത്. AC മുറിയില് വിയർക്കോ?
എന്നുവച്ചാ AC-യുടെ തണുപ്പ് പോലും മതിയാവുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ആള് വേർത്തു പോയെ. അങ്ങനെയാണെങ്കിൽ നിനക്കും രാത്രിയല്ലേ നല്ലോണം വിയർത്തിട്ടുണ്ടാവോ? ഇപ്പോഴെന്തിനാ നീ നിന്ന് വിയർക്കുന്നു? ഞാൻ വേർക്കുന്നോ? ഇല്ലല്ലോ. ഉണ്ടോ ഇല്ലയോന്ന് ഞാൻ പറയാം. എന്തേ അരിച്ചു പറക്കുന്ന? ഇവര് കുറച്ച് കൂടുന്നുണ്ടല്ലോ. എന്തെങ്കിലും പറഞ്ഞ് ഇവരെ ഇവിടുന്ന് ഓടിക്കണം, അല്ലെങ്കിൽ ടെൻഷനിൽ ഞാൻ പിടിപെടും. എന്താ ചേച്ചി, എന്താ ഇത്ര കിഴിച്ച് കിഴിച്ച് നോക്ക? ടെസ്റ്റിംഗ് ആണോ? ഇങ്ങനെയുള്ള ടെസ്റ്റിംഗ്സ് ഒക്കെ സാധാരണ വീട്ടിലുള്ള മുതിർന്നവരും കല്യാണം കഴിഞ്ഞവരും കുട്ടികളെയൊക്കെ പ്രസവിച്ചവരൊക്കെ ചെയ്യാറ്. ആദ്യ രാത്രി പോലും നടക്കാത്ത ഊർമിള ചേച്ചിക്ക് ഇത് കണ്ടിട്ട് എന്ത് മനസ്സിലാകാനാ? ഞാൻ പറഞ്ഞു വന്ന എന്താന്നോ, പാവം ചേട്ടൻ എഴുന്നേക്കാൻ വയ്യാതെ ഇരിക്കുവല്ലേ. ആദ്യ രാത്രി നടന്നിട്ട് പോലുമില്ലാത്ത ചേച്ചിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനും പാടില്ലല്ലോ. എന്റെ മനസ്സിൽ തോന്നിയൊരു സംശയാണേ. ഇന്നലെ ദേവേട്ടന് എന്ത് കുറുമ്പായിരുന്നോ. അതുകൊണ്ടേ ഊർമിള ചേച്ചി ആ സംശയങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞേക്ക്. ചേച്ചി, ചേച്ചി, എന്തിനാ ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ടു പോകുന്നത്? ഞാൻ തെറ്റു വല്ലതും പറഞ്ഞോ? ഫീൽ ആയോ ചേച്ചി? ചേച്ചി, ചേച്ചി വന്നേക്കുന്നവള് എന്റെ ആദ്യ രാത്രിയെ കുറിച്ച് ഗവേഷണം നടത്തുന്നു. ഒരു നാണോ ഇല്ലാത്ത സ്ത്രീ. പക്ഷെ ഇനി എന്റെ വഴിക്ക് വരില്ല. ദേവേട്ടൻ എന്താ എന്നെ സ്വീകരിക്കാത്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ വീട്ടിലുള്ളവരാരും നമ്മളെ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിരുന്നോ? ഇതെന്തൊരു ചോദ്യം ദേവേട്ട? താലി കെട്ടിയത് ദേവേട്ടൻ തന്നെയല്ലേ? എന്റെ കഴുത്തിലാണ് കെട്ടിയത്. കല്യാണം കഴിഞ്ഞവരും കുട്ടികളെയൊക്കെ പ്രസവിച്ചവരൊക്കെ ചെയ്യാറ്. ആദ്യ രാത്രി പോലും നടക്കാത്ത ഊർമിള ചേച്ചിക്ക് ഇത് കണ്ടിട്ട് എന്ത് മനസ്സിലാകാനാ?
ഞാൻ പറഞ്ഞു വന്ന എന്താന്നോ, പാവം ചേട്ടൻ എഴുന്നേക്കാൻ വയ്യാതെ ഇരിക്കുമല്ലേ. ആദ്യ രാത്രി നടന്നിട്ട് പോലുമില്ലാത്ത ചേച്ചിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനും പാടില്ലല്ലോ. ഊർമിളെ, ഫ്ലവർ വേസ് പൊട്ടിപ്പോയല്ലോ ഊർമിളെ. നീ നോക്കി നടക്കണം, കാലേ കുത്തിക്കയറണ്ട. എനിക്ക് ദേഷ്യവും സങ്കടവും അടക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് നിങ്ങൾ അത് കാണുന്നില്ലല്ലേ? പൊട്ടിത്തകർന്ന ഫ്ലവർ വേസ് കാണാൻ പറ്റുന്നുണ്ടല്ലേ? കാല് തളർന്നതോടെ മനസ്സിലെ വികാരങ്ങൾ കൂടി തളർന്നു കിടക്കുമായിരിക്കും. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ മനസ്സിലെ ഫീലിംഗ് എങ്ങനെ മനസ്സിലാവാനാ? എന്തിനാ ഊർമിള ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഒത്തിരി ദേഷ്യപ്പെടുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഭർത്താവിനെ കിട്ടിയാ പിന്നെ ആരോഗ്യമൊക്കെ മനുഷ്യൻ എന്തിനാ? അസുഖം വന്ന് മരിക്കുന്നത് തന്നെ ഇതിലും നല്ലത്. രണ്ടിനും വലിയ വ്യത്യാസമൊന്നുമില്ല. എന്താ ഇത്? എന്തിനാ ഇപ്പൊ ഇത്രയ്ക്ക് ദേഷ്യം? ഞാൻ പറയാം, അതിന്റെ പരിഹാരവും കണ്ടെത്തി തരണം. എന്നെ ദേഷ്യപ്പെടുത്തിയവരോട് തന്റെ അടുത്തോട് ഒരു വാക്ക് പറയാൻ പറ്റുമോ? കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമായില്ല. മരുമോളായിട്ട് വീട്ടിൽ കയറി വന്നിട്ട് ഒരു ദിവസം പോലും തികഞ്ഞിട്ടില്ല. ആദ്യ രാത്രി നന്നായിട്ട് നടന്നു മോളേന്ന് വെറുതെ ഞാനൊന്ന് ചോദിച്ചു പോകും. എന്റെ ഭർത്താവ് നിന്റെ ഭർത്താവിനെ പോലെ ഒന്നിനും കൊള്ളാത്തവനല്ലെന്ന് അവള് പറഞ്ഞ. ആരും ഒന്നും വെറുതെ പറഞ്ഞിട്ടുണ്ടാവില്ല ഊർമിള. അങ്ങനെ ഒരു അവസരം നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കാതിരിക്കേണ്ടത്. എന്നുവെച്ചാ ഞാനാണോ അവളെ കൊണ്ട് പറയിച്ചത്? എന്റെ ഭർത്താവ് സ്വാധീനമില്ലാത്ത ശരീരവുമായി ചക്രകസേരയിൽ ഇരിക്കുകയാണെന്നും മക്കളെ ഉണ്ടാക്കാൻ കൊള്ളാത്തവനാണെന്നും ഞാൻ പറഞ്ഞു. ആരും ഒന്നും പറയേണ്ട കാര്യമില്ല. ഇവള് പുറത്തു പറഞ്ഞെന്നേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ മനസ്സിൽ പറയുന്നുണ്ടാവും. ഇതെല്ലാവർക്കും അറിയാവുന്ന സത്യമാണല്ലോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ഇത് അനുഭവിക്കണം? സൗന്ദര്യമില്ലേ? കുടുംബം നടത്താൻ കൊള്ളില്ലേ എന്നെ? എന്തിനു ഞാൻ ഇവരുടെ വായിരിക്കുന്ന കേൾക്കണം? എന്നെ എന്തിനിങ്ങനെ ശിക്ഷിക്കുന്നു? തൊണ്ട വരളുന്ന പോലെ ഊർമിളെ. എനിക്കിത്തിരി വെള്ളം എടുത്തു തരോ? നമ്മളെ എന്തെങ്കിലും പറയാനായിട്ട് മറ്റുള്ളവർക്ക് അവസരം ഒരുക്കി കൊടുക്കരുതെന്നല്ലേ പറഞ്ഞേ? അതുപോലെ തന്നെ നമ്മളെ സഹായിക്കാനുള്ള അവസരം പോലും മറ്റുള്ളവർക്ക് എന്തിനു കൊടുക്കണം? നിനക്ക് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അങ്ങെടുത്ത് കുടിച്ചാ മതി.
അമ്മേ, അച്ഛാ അച്ഛാ അമ്മേ. അച്ഛാ എന്താടാ രാമ? കാലിന് വല്ലതും പറ്റിയോ അച്ഛാ? ഒന്നും പറ്റിയില്ല മോളെ. വൈദേഹി, എന്തു തോന്നിയാസേ കാണിച്ചിരിക്കുന്നേ? തലയ്ക്ക് വെളിവില്ലാണ്ടായോ? എന്തിനാ അവളെ വഴക്ക് പറയുന്നേ? ഞാൻ വീഴാൻ പോയപ്പോ അവളാ പിടിച്ചത്. കാണുമ്പോ അങ്ങനെയൊക്കെ തോന്നൂടാ, പിന്നല്ലേ കാര്യം മനസ്സിലാവൂ. ഇവള് കാരണമാ നീ കുഴി വീഴാൻ പോകുന്നേ. ഞാൻ പറഞ്ഞതേ, വെള്ളം ഇങ്ങനെ നടക്കുന്ന വഴിയിൽ ഒഴിക്കേണ്ട കാര്യമുണ്ടോ അവക്ക്? ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ കാല് തന്നെ പോവേ. ഞാൻ ശ്രദ്ധയില്ലാതെ നടന്നതിന് അവളെ എന്തിനാ അമ്മയെ കുറ്റം പറയുന്നത്? വൈദേഹിയെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്ക് വയറ് നിറഞ്ഞ പോലെ തോന്നില്ലല്ലോ. വൈദേഹി, അതിരിക്കട്ടെ മോളെ, കല്യാണ പന്തലിൽ നിന്നെ ഞാൻ ഒരിടത്തും കണ്ടില്ലല്ലോ. ശ്രേയമോളുടെ കല്യാണം എത്ര ഭംഗിയായിട്ടാ നടന്നെന്നറിയോ? ആ നേരത്ത് നീ എവിടെയായിരുന്നു മോളെ?